നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിൽ നിന്നുള്ള സുപ്രധാനമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പോയിന്റ് നടിയുടെ മൊഴി കോടതി അവിശ്വസിച്ചു എന്നതാണ്. ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം വിശ്വസിക്കാനാവുന്നില്ല. ആ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഉത്തരവിലുണ്ട്. കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടുവെന്നും താൻ നിരസിച്ചതിനെ തുടർന്ന് ഭീഷണി ഉണ്ടായി എന്നുമായിരുന്നു നടിയുടെ മൊഴി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോട്ടീവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിലീപ് നേരിട്ട് ഇക്കാര്യം ഗൂഢാലോചന നടത്തി ഇങ്ങനൊരു കൊട്ടേഷൻ കൊടുത്തു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ആ മോട്ടീവ് എന്നത് ഇവരുടെ ബന്ധമായിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരെ അറിയിച്ചു എന്നതാണെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദമുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും നിർണായകമാവുന്ന മൊഴിയാണ് ഇപ്പോൾ കോടതി അവിശ്വസിച്ചു എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഈ വിധിന്യായത്തിൽ നിന്ന് മനസ്സിലാവുന്നത്? ശ്രീജ, ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തി, അതായത് നടിയുമായി ബന്ധപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തായിരുന്നു മഞ്ജു വാര്യർ. ദിലീപുമായിട്ടും അത്തരത്തിലൊരു സൗഹൃദം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം മഞ്ജു വാര്യരെ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ, അതായത് അതുവരെ മഞ്ജു വാര്യർക്ക് ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അതേസമയം ഈ നടി അതിൽ ഒരു വ്യക്തത വരുത്തിയ ശേഷമാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വിസിബിളായി മഞ്ജുവിന് വ്യക്തമായത് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഇതിന്റെ പേരിലാണ് ദിലീപ് തന്നെ ഉപദ്രവിക്കുന്നത്. അതായത് പിന്നീട് മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം വേർപെടുന്ന ഒരു സാഹചര്യത്തിലേക്കും കാവ്യമാധവനെ ദിലീപ് വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഇത് മാറുകയുണ്ടായി. അതിന് വഴിവെച്ചത്, അത് മഞ്ജു വാര്യരുമായുള്ള 14 വർഷം നീണ്ട തന്റെ ദാമ്പത്യം ഇല്ലാതായതിന് റീസൺ ഈ നടിയുടെ ഈ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ നടി മഞ്ജു വാര്യരോട് ഇത് തിരുത്തണം, കാവ്യയുമായുള്ള ബന്ധത്തെപ്പറ്റി മഞ്ജു വാര്യരോട് പറഞ്ഞ കാര്യം നടി തന്നെ തിരുത്തി പറയണമെന്ന് ദിലീപ് നടിയോട് ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് നടി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും കോടതിയിലും വ്യക്തമാക്കിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് അനുസരിക്കാതിരുന്നത് കൊണ്ട് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് നടി കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അതേസമയം ഈ പ്രോസിക്യൂഷൻ ഈ വാദം ഉന്നയിക്കുന്ന സമയത്ത്, വിസ്താര സമയത്ത് കോടതി ഈ നടിയോട് ഇത്തരത്തിൽ ഉള്ള അതായത് ദിലീപ് നടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് കോടതി ഉന്നയിച്ചത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിന് കാരണം അതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല. നടിയെ ഭീഷണിപ്പെടുത്തിയതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം, ഇതിൽ 28 സാക്ഷികൾ പിന്നീട് അവരുടെ കൂറുമാറ്റം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ നടത്തിയിട്ടുള്ള മൊഴി പിന്നീട് മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂറുമാറ്റം എന്ന് തന്നെ പറയാൻ പറ്റില്ല, കാരണം കോടതിക്ക് മുൻപാകെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോയിരുന്നില്ല. എന്നിരുന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ റിമി ടോമി, അതുപോലെ ഇടവേള ബാബു, നടൻ സിദ്ദിഖ് തുടങ്ങിയ ആളുകളൊക്കെ ഈ ദിലീപും നടിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി എന്നുള്ള ഒരു കാര്യം, അതായത് അബാദ് പ്ലാസയിൽ നടന്നിട്ടുള്ള ഹോട്ടൽ അബാദ് പ്ലാസയിൽ വെച്ച് നടന്നിട്ടുള്ള അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചിട്ട് വഴക്കുണ്ടായി. ആ സമയത്ത് നടിയെ താൻ അപായപ്പെടുത്തും എന്നൊരു സാഹചര്യത്തിലേക്ക് പോലും ദിലീപ് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്ന മൊഴികൾ ആ സമയത്തും അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ഏറെ പേരും അതിൽ നിന്ന് മൊഴി മാറ്റി കോടതിയിൽ വെച്ചിട്ട് ഇത്തരത്തിൽ തർക്കമുണ്ടായില്ല, അല്ലെങ്കിൽ തർക്കത്തെപ്പറ്റി തങ്ങൾക്ക് അറിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. എന്നിരുന്നാൽ പോലും ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്ന സാഹചര്യമുണ്ട്. അത് മുഴുവൻ ഇല്ലാതാവുന്ന ഘട്ടത്തിലാണ്, അതായത് ഈ മൊഴികൾ മുഴുവൻ പിൻവലിക്കുന്ന മൊഴി മാറ്റി പറയുന്ന, കോടതിയിൽ മൊഴി മാറ്റി പറയുന്ന സാഹചര്യത്തിലാണ്. അത് ബിന്ദു പണിക്കരുണ്ട്, റിമി ടോമി ഉണ്ട്, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നടൻ സിദ്ദിഖ് ഉണ്ട്, ഭാമയുണ്ട്. ഇവരൊക്കെ ഈ നടിയുമായി ദിലീപ് അബാദ് പ്ലാസയിൽ വെച്ച് തർക്കിച്ചിരുന്നു, വഴക്കിട്ടതായി പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യം കോടതിയിൽ എത്തിയിട്ടില്ല, അത് വാസ്തവമാണ്. കാരണം കോടതിയിൽ വീണ്ടും ആ മൊഴിയെടുക്കുമ്പോൾ അവരത് മൊഴി മാറ്റി പറഞ്ഞു. കോടതി വീണ്ടും അവരെ വിസ്തരിക്കാൻ വിളിക്കുമ്പോൾ അത് മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി വളരെ കൃത്യമായി പറയുകയാണ്, ഈ കാര്യത്തിൽ തെളിവില്ല. അതായത് ദിലീപ് നടിയെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കാര്യം വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നാണ്
കോടതി വിസ്താരവേളയിൽ പറഞ്ഞിട്ടുള്ളത്. വിധി പകർപ്പിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. നടിയെ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കോടതി പോയിട്ടുള്ളത്. നമുക്കറിയാം ഈ കേസിലെ അതിജീവിതയാണ് നടി. നടിക്കുണ്ടായ ദുരനുഭവം പലതവണയും കോടതിക്ക് മുൻപാകെ പറയുമ്പോൾ ജഡ്ജിന്റെ ചോദ്യങ്ങൾക്ക് മുൻപാകെ നടി പൊട്ടിക്കരഞ്ഞിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂടി പ്രോസിക്യൂഷൻ പലതവണയായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിന്മേലുള്ള വിശ്വാസമില്ലാതെ ആയി എന്നുള്ള തരത്തിൽ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യനീതി അല്ല ലഭിക്കുന്നത് എന്നുള്ള കാര്യവും 2020 മുതൽ തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നതോടുകൂടിയാണ് ഒരു ഓപ്പൺ ഫൈറ്റിന് തയ്യാറായി ഈ ജഡ്ജിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ എത്തിയതും മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഉപഹർജിയുമായി നടി ഹൈക്കോടതിയിൽ എത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് ആ ഒരു ഘട്ടത്തിലാണ് എന്ന് നടി വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ കൃത്യമായി ഈ നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് തനിക്ക് നീതി നിഷേധിച്ചു എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും തന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ 2 തവണ പ്രോസിക്യൂട്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടയിൽ ജഡ്ജുമായുള്ള തർക്കത്തിനിടയിൽ ഈ കോടതിയിൽ നിന്നും പിന്മാറുന്ന ഈ വാദത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം നമുക്കറിയാം 3ാമത് വന്നുള്ള പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജകുമാറാണ് ഈ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായി അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ്. അവർ തന്നെ ആ പ്രോസിക്യൂട്ടർമാർ തന്നെ പറയുന്നുണ്ടോ ഈ കോടതിയിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് നടിയോട് പറഞ്ഞിരുന്നു എന്നും നടി പറയുന്നുണ്ട്. മറ്റൊന്ന് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ട്, ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ട്, അതിന്റെ കോപ്പി തനിക്ക് തരാൻ നിരന്തരം ആവശ്യപ്പെട്ടിലും ഒരുപാട് വൈകിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നടിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം പറയട്ടെ, പൾസർ സുനി തന്റെ ജീവനക്കാരനായിരുന്നില്ല, പൾസർ സുനി തന്റെ ഡ്രൈവറോ ജീവനക്കാരനോ ആയിരുന്നില്ല. അതേസമയം ഈ പണം വാങ്ങി PR വർക്ക് നടത്തുന്ന ആളുകളോട് നിങ്ങൾ അത് തുടർന്നോളൂ, കാരണം നിങ്ങൾക്ക് പണം തന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ് എന്ന് നടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒപ്പം നിന്ന് എല്ലാവർക്കും അവര് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി വിധി പകർപ്പിൽ ഇത് കൃത്യമായി ജഡ്ജ് നടിയെ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ആയിരിക്കാം നടിക്ക്. അതിലൊരു പ്രധാനപ്പെട്ട സംശയം, ഇങ്ങനെയൊരു ഈ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതാണ് കണക്റ്റിംഗ് പോയിന്റ്. എന്തിന് ഇത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്നതാണല്ലോ പറയുന്നത്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിനുണ്ട്, പ്രോസിക്യൂഷനുണ്ട്. പക്ഷെ അത് അവരുടെ ഭാഗത്തു നിന്ന് അതിലും വീഴ്ച വന്നു. അത് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അങ്ങനെയുമില്ലേ ഒരു വീഴ്ച? ആ ഭീഷണിപ്പെടുത്തി എന്നത് എങ്ങനെ തെളിയിക്കും? അവിശ്വസിക്കുന്നതിനപ്പുറത്ത് ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതും പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും മതിയായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ, പ്രത്യേകിച്ച് 8ാം പ്രതി ദിലീപിനെതിരെ ഹാജരാക്കാനോ ദിലീപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് തെളിയിക്കാനോ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ആദ്യഘട്ടത്തിൽ ജഡ്ജി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ള ഒരു കാര്യം ചോദ്യം ബാക്കിയാകുമ്പോൾ അന്നും കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല പ്രോസിക്യൂഷന് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം വിധിന്യായത്തിൽ പറയുന്നത്, ഈ പൾസർ സുനി ആ ദിവസം, അതായത് 2017 ഫെബ്രുവരി 17 ഒരു സ്ത്രീ, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ആ ദിവസം തന്നെ 6 തവണയാണ് ശ്രീലക്ഷ്മി, അതായത് ഈ ഇത് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രി 10 മണിക്ക് ശേഷം 10:30 അടുത്ത സമയത്താണ് ഈ നടിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങളും ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സമയമൊക്കെ അതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഇതിൽ കൃത്യമായ സമയം അങ്ങനെയാണ് കാണിക്കുന്നത്. അതിനു മുൻപുള്ള ഒരു 9:39 വരെയും ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് നിരന്തരം പൾസർ സുനിക്ക് ലഭിച്ചിരുന്നു. 7 തവണയോളം മെസ്സേജുകൾ വന്നിരുന്നു ആ ഒരു സമയത്ത് തന്നെ. അതുപോലെ തന്നെ 6 തവണയോളം ശ്രീലക്ഷ്മി അന്ന് തന്നെ പൾസർ സുനിയെ വിവിധ സമയങ്ങളിലായി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കൃത്യം നടക്കുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ ശ്രീലക്ഷ്മി പൾസർ സുനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ശ്രീലക്ഷ്മിയെ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷി വിസ്താരം നടത്തിയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം ശ്രീലക്ഷ്മിയെ ഒഴിവാക്കിയതാണ് എന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല SIT ഇതുമായി ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ ഈ പൾസർ സുനിയുടെ കോൾ ഹിസ്റ്ററിയും CDR പരിശോധിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നതും അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മി എന്തുകൊണ്ടാണ് ഈ സാക്ഷിയായി രേഖപ്പെടുത്താതിരുന്നത് എന്നുള്ള ചോദ്യവും കോടതി ചോദിക്കുന്നുണ്ട്.